ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നാം ബൈബിൾ എങ്ങനെ വായിക്കണം, ബൈബിൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് ബൈബിൾ പഠിക്കുവാൻ ബൈബിളിനെ സമീപിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊരു ചെറിയ വിവരണമാണ് ഇന്നത്തെ വീഡിയോ. ബൈബിൾ അനേക രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ബുക്കാണ്. മനസ്സിലാകുന്നില്ല എങ്കിൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതൊക്കെ പൊട്ടത്തെറ്റാണെന്നും ഇതൊക്കെ ഒരിക്കലും യുക്തിക്ക് ചേരാത്തതാണെന്നും ഒക്കെ പറഞ്ഞ് നമുക്കിത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. വേദ പഠിതാക്കൾ പറയുന്നത് ബൈബിളിന് അനേക വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പറ്റും. ബൈബിളിലെ വാക്യങ്ങൾക്ക് അനേക വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പറ്റും. 7ഓളം വ്യാഖ്യാനങ്ങൾ ഒരു വാക്യത്തിന് തന്നെ, അല്ലെങ്കിൽ ഒരു സംഭവങ്ങൾക്ക് തന്നെ 7ഓളം വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പറ്റും എന്നാണ് വേദപഠിതാക്കളുടെ അഭിപ്രായം. എന്നാൽ നമ്മളൊരു 4 തരം വ്യാഖ്യാനങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഞാനൊന്നുകൂടെ ആവർത്തിക്കാം. ബൈബിളിൽ ഒരു വാക്യമെടുത്താൽ കുറഞ്ഞത് 7ഓളം വ്യാഖ്യാനങ്ങൾ നമുക്കതിന് കൊടുക്കാൻ പറ്റും. ഒരു ബൈബിളിലെ ഒരു സംഭവം എടുത്താൽ കുറഞ്ഞത് 7ഓളം വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഒരു 4 വ്യാഖ്യാനങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു ബൈബിൾ പഠിതാവാണെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ബൈബിളിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്, ഏകദേശം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ വ്യാഖ്യാന രീതി അക്ഷരീയമായ വ്യാഖ്യാനമാണ്. അതിന് നമുക്കൊരു എൽ എന്ന ഒരു ലെറ്ററിൽ നമുക്ക് സൂചിപ്പിച്ചുകൊണ്ട് അക്ഷരീയമായിട്ട് വ്യാഖ്യാനം, ചരിത്രപരമായിട്ട് ബൈബിളിനെ നമുക്ക് വായിക്കാൻ പറ്റും. അബ്രഹാമിൽ ആദാമിൽ തുടങ്ങുന്നു. അബ്രഹാമിൽ വരുമ്പോഴത്തേന് അത് ഇസ്രയേലിൻ്റെ ഒരു ഉത്ഭവമായിട്ട്, ഒരു ഇസ്രയേൽ ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രയേൽ രാഷ്ട്രത്തിൻ്റെ ഒരു സ്ഥാപകനായിട്ട് അബ്രഹാമിനെ കണ്ടുകൊണ്ട് ഒരു ഹിസ്റ്റോറിക്കൽ റീഡിംഗ് ആയിട്ട് നമുക്ക് ബൈബിളിനെ കാണാൻ പറ്റും. അതാണ് ഒന്നാമത്തെ വ്യാഖ്യാന രീതി. എന്നാൽ രണ്ടാമത്തെ വ്യാഖ്യാനം ആലങ്കാരികമാണ്, അലിഗോരിക്കൽ എന്ന് അതിനെ ഇംഗ്ലീഷിൽ പറയും. ഒന്നിനോട് മറ്റൊന്നിനെ ഉപമിച്ചുകൊണ്ടുള്ള വ്യാഖ്യാന രീതി. അതിന് നമുക്ക് എ എന്നൊരു അക്ഷരത്തിൽ നമുക്കതിനെ ഒരു ലെറ്റർ കൊടുക്കാം. ഒന്നാമത്തെ വ്യാഖ്യാനം അക്ഷരീയമാണ്, ചരിത്രപരമായിട്ട് നമുക്ക് ബൈബിൾ പഠിക്കാൻ പറ്റും. രണ്ടാമത്തേത് ആലങ്കാരികമായിട്ട് പഠിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയാം. പൗലോസ് പറയുന്നുണ്ട്, അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവത്രേ. അവർ മോശെ മുഖാന്തരം മിസ്രൈമിൽ നിന്ന് പുറത്തു വന്ന ഇസ്രയേൽ ജനം അവരൊരു പാറയെ അടിക്കുകയും അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ട് അവർ കുടിച്ചു. പൗലോസ് അത് പറയുന്നത് അത് ക്രിസ്തുവായിരുന്നു, ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് പറയുന്നു. കൈതൊടാതെ ഒരു പാറ കഷ്ണം പറന്നു വന്നു ബിംബത്തെ തകർക്കുന്ന ദർശനം ദാനിയേൽ കാണുമ്പോഴും അതിനെ നമുക്കിപ്പുറത്ത് വ്യാഖ്യാനിക്കാം, അത് ക്രിസ്തു അത്രയെന്ന് വ്യാഖ്യാനിക്കാം. അപ്പോൾ ഒന്നിനെ മറ്റൊന്ന് ഉപമിച്ച് കൊണ്ട് ഉള്ള വ്യാഖ്യാനമാണ് ആലങ്കാരികമായിട്ട് നമുക്കങ്ങനെ അതിനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാടുണ്ട്. ഇസഹാക്ക് ക്രിസ്തുവിൻ്റെ നിഴലാണ്, യോസെഫ് ക്രിസ്തുവിൻ്റെ നിഴലാണ്, റിബേക്ക സഭയുടെ നിഴലാണ്. അങ്ങനെ ഒരുപാട് പഴയ നിയമത്തിൽ നിന്നൊരാളെ എടുത്തിട്ട് അപ്പുറത്തേക്ക് പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ടും സഭയെ ഫോക്കസ് ചെയ്തുകൊണ്ടും എല്ലാം, ആലയം എടുത്താൽ അത് ക്രിസ്തുവിൻ്റെ നിഴലാണ്, സഭയുടെ നിഴലാണ്, നമ്മുടെ നിഴലാണ് എന്നൊക്കെ നമുക്കെടുത്ത് ആലങ്കാരികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അടുത്തത് ധാർമ്മികമായ അല്ലെങ്കിൽ മോറൽ വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വചനമെടുത്താൽ അതിനെ ധാർമ്മിക വ്യാഖ്യാനം, അതിന് എം എന്ന് പറയുന്ന ഒരു ലെറ്റർ നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങനൊരു വ്യാഖ്യാനം കൊടുക്കാൻ പറ്റും മോറലായിട്ട്.
ഇപ്പം അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അല്ലെങ്കിൽ അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് അവൻ ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറയുമ്പോൾ അതൊരു മോറൽ സൈഡായിട്ട്, അപ്പം നമ്മളതിനകത്ത് മോറൽ സൈഡ് വ്യാഖ്യാനം കൊടുക്കുമ്പോൾ നമുക്കതിങ്ങനെ കൊടുക്കാൻ പറ്റും: ഭാര്യയെ അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് ഭർത്താവ് ആരോട് പറ്റിച്ചേരും? ഭാര്യയോട് പറ്റിച്ചേരും. അതുകൊണ്ട് വിവാഹ ശുശ്രൂഷകൾക്കകത്ത് ആ വാക്യാനത്തെ ആ വാക്യത്തെ ഒരു മോറൽ സൈഡിൽ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബൈബിളിനെ അടുത്തൊരു തലത്തിലേക്ക് നമുക്ക് കാണുന്നത് ബൈബിൾ കോഡാണ്, അഥവാ വെളിപ്പാടിൻ്റെ തലമായിട്ട് നമുക്ക് കാണണം. അതിനെ ബി എന്ന് പറയുന്ന ഒരു അക്ഷരം നമുക്ക് കൊടുക്കാം. അപ്പം ഏറ്റവും പവർഫുൾ വ്യാഖ്യാനമെന്ന് പറയുന്നത് ഈ ബി ആണ്. അതായത് ബൈബിളിൻ്റെ വെളിപ്പാടിൽ നമ്മൾ അതിനെ കാണണം. ബൈബിൾ വാക്യങ്ങളെ അക്ഷരീയമായിട്ട് മാത്രമല്ല, ആലങ്കാരികമായിട്ട് മാത്രമല്ല, ധാർമ്മികമായിട്ട് മാത്രമല്ല, വെളിപ്പാടായിട്ട് നമ്മുടെ അകത്ത് അതിനെ വരണം. അങ്ങനെയെങ്കിൽ LAMB ഈ 3 വാക്യങ്ങൾ ചേർത്ത് നമുക്ക് വായിച്ചാൽ നമുക്ക് ലാം എന്ന് പറയുന്ന ഒരു കുഞ്ഞാട് എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടും. എൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. അതിനകത്ത് വലിയൊരു സീക്രട്ടൊന്നുമില്ല. എഴുതി വന്നപ്പം ഈ മെസ്സേജ് തയ്യാറാക്കി വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു വാക്കാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അക്ഷരീയമായിട്ട് വ്യാഖ്യാനത്തിലാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ, അക്ഷരീയമായിട്ട് മാത്രമേ ഈ ബൈബിളിനെ നമ്മൾ സമീപിക്കുന്നു എങ്കിൽ, നിങ്ങൾ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിനകത്ത് ഒരു ഉപമയുണ്ട്. വിതകാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അത് വഴിയരികിൽ വിത്ത് വീണു. നിങ്ങൾ അക്ഷരീയമായിട്ടാണ് ഒരു ബൈബിളിനെ സമീപിക്കുന്നെങ്കിൽ, ആ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടാണ് അതിനെ സമീപിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്നും ആ വചനങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. കാരണം ചരിത്രം അധികം നാളും മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് നിൽക്കുകയല്ല, അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ആലങ്കാരികമായിട്ടാണ് ഈ വചനങ്ങളെ കാണുന്നതെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകും. അതാണ് ഈ പാറ സ്ഥലത്ത് വീണ വിത്തുകളുടെ പ്രത്യേകത. ഏതാണ് കാരണം? ഒന്നിനോടൊന്ന് ഉപമയൊക്കെ അതിനൊരു ഒരു ഡെത്തില്ല, ഒന്ന് പിടിച്ചു നിൽക്കാൻ. അതും കൊണ്ടൊരു പ്രയോജനം നമുക്കില്ല. യോസഫ് ക്രിസ്തുവിൻ്റെ നിഴലാണെങ്കിൽ നമുക്കെന്ത് പ്രയോജനം? ബൈബിള് യഹൂദൻ്റെ ചരിത്രമാണെങ്കിൽ നമുക്കെന്ത് പ്രയോജനം? യോസഫ് ക്രിസ്തുവിൻ്റെ നിഴലാണെങ്കിൽ നമുക്ക് പ്രയോജനമില്ല. അതുകൊണ്ട് നമ്മളുമായിട്ട് യാതൊരു ബന്ധവും അതിന് വരുന്നില്ല. അടുത്തത്, ഈ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വചനം നശിച്ചു പോകുന്നത് പോലെ കൊടുത്തിരിക്കുന്നത് ഈ മോറൽ സൈഡിൻ്റെ വ്യാഖ്യാനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ കേൾക്കാൻ നല്ല രസമാണ് മെസ്സേജുകൾ. പക്ഷേങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഒരു പ്രോബ്ലത്തിനകത്ത് വരുമ്പോൾ അതും ഞെരുങ്ങിപ്പോകും. മുള്ളുകൾ ആ വചനത്തെ ഞെരുക്കിക്കളയും, അതും നിഷ്ഫലമായി പോകും. എന്നാൽ നല്ല നിലത്ത് വീണ ഒരു വിത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് റെവലേഷനായിട്ടത് മാറണം. വചനം എപ്പോഴും റെവലേഷൻ. എന്താണ് ഈ റെവലേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ബൈബിൾ എഴുതിയത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ മനുഷ്യൻ എഴുതി കൊടുത്തതാണ്. അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ടി എഴുതി കൊടുത്തതാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത്, ഈ വചനത്തിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആത്മമണ്ഡലമാണ്. ആരാണോ ഈ സംഭവങ്ങൾ, ഈ വാക്യം എഴുതാൻ ആഗ്രഹിച്ചത്, ആ ആളുമായിട്ടുള്ള സമീപനത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ആശയങ്ങളെയാണ് വെളിപ്പാടെന്ന് പറയുന്നത്.
മനസ്സിലാകുന്നു വിചാരിക്കുന്നു. കുറച്ചുകൂടെ ഒരു ഉദാഹരണത്തിലൂടെ പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഒരാൾക്കൊരു ലെറ്റർ എഴുതുന്നു. ആ ലെറ്റർ വായിച്ചിട്ട് എൻ്റെ ഹൃദയത്തിൽ എന്തായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വ്യാഖ്യാനിക്കാം. ഇങ്ങനെ ഇതായിരിക്കും റിജി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്നാൽ ആ ലെറ്ററും കൈ പിടിച്ചുകൊണ്ട് ആ എഴുതിയ എൻ്റെ അരികിൽ വരുവാണെങ്കിൽ അതിന് കുറച്ചുകൂടെ അർത്ഥവ്യാപ്തി കിട്ടും. അല്ലെങ്കിൽ എൻ്റെ ഹാർട്ട് അറിഞ്ഞ്, എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടറിഞ്ഞുകൊണ്ട് ആ ലെറ്ററിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പം ഇവിടെ രണ്ട് കാര്യം നടക്കുന്നുണ്ട്. ഒന്ന്, ആ ലെറ്ററിനെ നിങ്ങൾക്ക് മനസ്സിലാകും, എഴുതിയ ആളെ നിങ്ങൾക്ക് പിടികിട്ടും. അപ്പം വെളിപ്പാടിൽ തിരുവചനങ്ങളെ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ബൈബിൾ മാത്രമല്ല, എഴുതിയ ആളെ കൂടെ നിങ്ങൾക്ക് പിടികിട്ടും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ബൈബിൾ ആരാണോ എഴുതാൻ ഫോഴ്സ് കൊടുത്തത്, പൗലോസ് ലേഖനങ്ങൾ എഴുതി, പൗലോസിനെ അറിയണമെന്നല്ല ഞാൻ ഈ പറയുന്നത്, പൗലോസിനെ കൊണ്ട് എഴുതിപ്പിച്ച ഒരു ദൈവമുണ്ട്, ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ തിരിച്ചറിയത്തക്കവണ്ണം ആത്മാവിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഈ ബൈബിളിനെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കുന്ന തലമാണ് വെളിപ്പാടിൻ്റെ തലമെന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയരെ, ഈ തിരുവചനം എന്ന് പറയുന്നത് ഒരു വാതിൽ മാത്രമാണ്. അത് ആത്മമണ്ഡലത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു വാതിലാണ്. ആ വാതിലിലൂടെ നിങ്ങൾ ആത്മതലത്തിനകത്ത് കയറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ നിങ്ങൾ അകത്ത് കയറുകയും പുറത്തു വന്ന് ജനത്തിന് നിങ്ങൾ ടീച്ച് ചെയ്യുകയും ചെയ്യണം. ഈ ദിവസങ്ങളിൽ വചനം വെറും അക്ഷരീയമായി ചരിത്രമായി മാത്രം നിൽക്കരുത്. വചനം അലങ്കാരികമായി അൽഗോരിക്കലായി മാത്രം നിങ്ങൾ പ്രസംഗിക്കാതെ, ധാർമ്മികമായി മാത്രം പ്രസംഗിക്കാതെ, ബൈബിളിൻ്റെ സീക്രറ്റുകൾ പറഞ്ഞു തരുന്ന, രഹസ്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നു, ഹെവനിൽ നമുക്കൊരു സ്പൈ വർക്കർമാരുണ്ട്. അത് വേറെ ആരുമല്ല, ഹെവനിൻ്റെ സീക്രറ്റുകളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു രഹസ്യ ഏജൻ്റാണ് പരിശുദ്ധാത്മാവ്. അദ്ദേഹം നിങ്ങളുടെ റൂമിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ അരികിൽ നിങ്ങൾ അദ്ദേഹത്തിലാണ് ഇരിക്കുന്നത്. ഇന്നു മുതൽ തിരുവചനം വായിക്കുമ്പോൾ കുറഞ്ഞത് ഈ 4 തലത്തിലെങ്കിലും തിരുവചനം പഠിക്കുവാൻ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you.